28 ഭാരതസഭ, അതിലുപരി കേരള സഭ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ തോട്ടത്തിലെ സ്നേഹറാണിയാണ്, സഹന പുഷ്പമാണ്, പുഞ്ചിരിയുടെ മാലാഖയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അങ്കമാലി ജോയ് നഴ്സറി സ്കൂളിന് ഇത് ആഘോഷത്തിൻ്റെ ദിനം. ജോയ് നഴ്സറിയുടെ സ്വർഗീയ മധ്യസ്ഥയുടെ തിരുനാൾ. കുഞ്ഞുമക്കളോടൊപ്പം നമുക്കും സന്തോഷിക്കാം. 1928 ആഗസ്റ്റ് 19 ജനിച്ച അന്നക്കുട്ടി പിന്നീട് സിസ്റ്റർ അൽഫോൻസയായി, ഈശോയുടെ മണവാട്ടിയായി. ജനിച്ച് അധികം നാൾ കഴിയും മുമ്പെയുള്ള തൻ്റെ പ്രിയ അമ്മയുടെ വേർപാടിനു ശേഷം പേരപ്പനും പേരമ്മയും അൽഫോൻസാമ്മയെ സ്നേഹിച്ച് വളർത്തി. തങ്ങളുടെ ഓമന പുത്രിക്ക് ഒരു കുറവും വരാതെ അവർ അവളെ പരിപാലിച്ചു. ഇതാ പേരപ്പനും പേരമ്മയും കുഞ്ഞന്നക്കുട്ടിയും. തൻ്റെ കുഞ്ഞു പ്രായം മുതലേ പ്രാർത്ഥനയിലും ഈശ്വര ഭക്തിയിലും വളർന്നു. നിരന്തരം പ്രാർത്ഥിക്കുവാൻ പേരമ്മ അവളെ പഠിപ്പിച്ചു. അന്നക്കുട്ടിയും എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു. അന്നക്കുട്ടിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ലക്ഷ്മിക്കുട്ടി. പഠിക്കുന്നതിനും കളിക്കുന്നതിനും എപ്പോഴും രണ്ടുപേരും ഒന്നിച്ചു കൂടിയിരുന്നു. ഒരിക്കൽ സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ സഹപാഠിയായ ഒരു ആൺകുട്ടി അന്നക്കുട്ടിയെ ചെളിവെള്ളത്തിൽ തള്ളിയിട്ടു. അപ്പോൾ ലക്ഷ്മിക്കുട്ടിയാണ് അന്നക്കുട്ടിയെ സഹായിച്ചത്. അന്നക്കുട്ടി ആ കൂട്ടുകാരനോട് ക്ഷമിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അന്നക്കുട്ടിയും ലക്ഷ്മിക്കുട്ടിയും. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അന്നക്കുട്ടി ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ ചേർന്നു. പരിശീലന കാലഘട്ടത്തിൽ ഈശോയോടുള്ള തീവ്ര സ്നേഹത്താൽ അൽഫോൻസ വളർന്നു. ക്രൂശിതനായ ഈശോയോട് അൽഫോൻസയ്ക്ക് വളരെ സ്നേഹമായിരുന്നു. ക്രൂശിതനെ നോക്കിയിരുന്ന് അവൾ നിരന്തരം ധ്യാനിക്കുമായിരുന്നു. മൃതവാഗ്ദാനത്തിലൂടെ സിസ്റ്റർ അൽഫോൻസയായി തീർന്ന അവൾ അധ്യാപന ശുശ്രൂഷയിലൂടെ ധാരാളം കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും അറിവും പകർന്നു. കുഞ്ഞുങ്ങളെ അൽഫോൻസയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവരെ കഥകളും കവിതകളും ചൊല്ലിക്കൊടുത്ത് അവൾ പഠിപ്പിച്ചിരുന്നു. സിസ്റ്റർ അൽഫോൻസ പലവിധ രോഗങ്ങളാൽ വളരെയേറെ സ്നേഹിച്ചു. എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഈശോയെ അധികമായി സ്നേഹിച്ചു. സഹിക്കുന്നവർക്ക് മാതൃകയാണ് വിശുദ്ധ അൽഫോൻസ. എന്നെ അത്രയ്ക്കിഷ്ടം. ഞാൻ തെറ്റുകളൊന്നും ചെയ്തു നോക്കാം. എനിക്ക് വിഷമം ചെയ്തു കാണുമായിരിക്കും. ഓർക്കണേ.
കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇന്ന് മാലാഖമാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് മാതൃകയായി, നമ്മുടെ മധ്യസ്ഥയായി, നമ്മുടെ സ്വന്തമായി അൽഫോൻസാമ വാഴുന്നു. നമുക്ക് സന്തോഷിക്കാം. അൽഫോൻസാമയോട് ചേർന്ന് നമുക്കും പാടാം.